നമസ്കാരം. വലിയ വീമ്പിളക്കി തുടങ്ങിവെച്ച പശ്ചിമേഷ്യൻ യുദ്ധം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചിരിക്കുകയാണ്. ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുമെന്നും ഭരണമാറ്റം കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ട്രംപിന് ഈ പറഞ്ഞതൊന്നും തന്നെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കുന്ന തന്ത്രമാണ് ട്രംപ് ഇപ്പോൾ പയറ്റുന്നതെന്നാണ് വിവരം. അതിൻ്റെ ഭാഗമാകാം ട്രംപ് പ്രഖ്യാപിച്ച 5 ദിവസത്തെ വെടിനിർത്തലെന്നും വിലയിരുത്തപ്പെടുന്നു. എന്നാൽ യുദ്ധം നിർത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇറാനിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ നിബന്ധനകൾ അംഗീകരിച്ച് സമാധാന ചർച്ചകളുമായി മുന്നോട്ട് പോയാൽ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ യുദ്ധം തുടരണമെന്ന് വാശി പിടിക്കുന്ന തീവ്ര നിലപാടുകാർ വധിച്ചേക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച ഈ യുദ്ധത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും നിരവധി മുതിർന്ന റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരും US ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. എങ്കിലും ഇതുവരെ ട്രംപ് പ്രഖ്യാപിച്ച ഭരണമാറ്റം അവിടെ സംഭവിച്ചിട്ടില്ല. ഭരണകൂടത്തിലെ ഉന്നതരായ ഏകദേശം 150ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും യുവതലമുറയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ രംഗപ്രവേശം ചെയ്യുകയും കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അമേരിക്കൻ ഇറാനിയൻ കൗൺസിലിൻ്റെ സ്ഥാപകനും പ്രസിഡന്റുമായ ഹൂഷാങ് അമീർ റഹ്മാദി അഭിപ്രായപ്പെടുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഖമേനി കൊല്ലപ്പെട്ടതോടെ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ഏകാധിപത്യ അധികാരഘടന തകരുകയും അധികാരം പലരിലേക്കായി വീതിക്കപ്പെടുകയും ചെയ്തു. ഇത് സമാധാന ചർച്ചകളെ എതിർക്കുന്ന തീവ്ര നിലപാടുകാരായ രണ്ടാം നിര ഉദ്യോഗസ്ഥർക്ക് സൈനിക തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. ഇന്നലെ വരെ ഇസ്രായേലോ അമേരിക്കയോ ആണ് ഈ വൻകിട ജനറൽമാരെ വധിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ ഈ ജനറൽമാരെയോ ഉന്നത ഉദ്യോഗസ്ഥരെയോ നിലവിൽ അധികാരം കൈയാളുന്ന രണ്ടാം നിര തീവ്ര നിലപാടുകാരായ ഉദ്യോഗസ്ഥർ തന്നെ വകവരുത്തിയാൽ ഞാൻ അത്ഭുതപ്പെടില്ല എന്നാണ് BBC റേഡിയോ 4ന്റെ ടുഡേ പ്രോഗ്രാമിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതേസമയം ഇറാനുമായി വളരെ നല്ലതും ഫലപ്രദവുമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത ദിവസങ്ങളിലായി അവകാശപ്പെട്ടിരുന്നു. ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി ഇറാൻ അവരുടെ ആണവ നിലയങ്ങൾ പൊളിച്ചു നീക്കണമെന്നതുൾപ്പെടെയുള്ള 15 നിർദ്ദേശങ്ങളടങ്ങിയ സമാധാന പദ്ധതി വാഷിംഗ്ടൺ കൈമാറിയതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത്തരമൊരു സമാധാന ചർച്ച നടക്കുന്നുണ്ടെന്ന കാര്യം ഇറാൻ നിഷേധിച്ചു. അമേരിക്ക അവരവർക്ക് ഉള്ളിൽ തന്നെയാണ് ചർച്ച നടത്തുന്നതെന്ന് പരിഹസിച്ച ഇറാൻ സൈനിക വക്താവ് ഞങ്ങളെപ്പോലെയുള്ളവർ നിങ്ങളെപ്പോലുള്ളവരുമായി ഒരിക്കലും ഒത്തുതീർപ്പിന് വരില്ല എന്നും കൂട്ടിച്ചേർത്തു. മുൻ ആയത്തുള്ളയുടെ കീഴിലുണ്ടായിരുന്ന പഴയ തലമുറയിലെ പ്രമുഖർ ഇപ്പോഴും ഉണ്ടെങ്കിലും പ്രാദേശിക കേണൽമാരുടെ മേൽ അവർക്ക് ഇപ്പോഴും യഥാർത്ഥ നിയന്ത്രണമൊന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ബാക്കിയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ അത് നിഷേധിച്ചു. കാരണം ഈ രണ്ടാം നിര ഉദ്യോഗസ്ഥരെ അവർ ഭയക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. ഇറാന്റെ അധികാരഘടന ഇപ്പോഴും വികേന്ദ്രീകൃതമായിരുന്നുവെന്നും അമീർ റഹ്മാദി വിശദീകരിക്കുന്നു. ഇറാന്റെ 31 പ്രവിശ്യകൾ ഓരോന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണെന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇപ്പോൾ ഖമേനിയും ഭൂരിഭാഗം ജനറൽമാരും വധിക്കപ്പെട്ടതോടെ ഈ വികേന്ദ്രീകൃത അധികാരഘടന കൂടുതൽ വിപുലമാവുകയും സൈനിക അധികാരം വ്യാപകമായി വിഭജിക്കപ്പെടുകയും ചെയ്തു. ഇതോടെ ഓരോ പ്രദേശത്തെയും ഉദ്യോഗസ്ഥർക്ക് സ്വന്തം നിലയ്ക്ക് ഉത്തരവിടാനുള്ള അധികാരവും ലഭിച്ചു. അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മിസൈൽ ആക്രമണങ്ങൾ ഇന്നലെ രാത്രിയിലും തുടർന്നു. തലസ്ഥാനമായ ടെഹ്റാനിൽ ദീർഘദൂര നാവിക ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 2 പ്രധാന കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ലബനനിൽ ബുധനാഴ്ച തെക്കൻ സിഡോൺ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. അഡ്ലോണ്ട് പട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ 4 പേരും മിയാമി അഭയാർത്ഥി ക്യാമ്പിലെ അപ്പാർട്ട്മെന്റിൽ നടന്ന ആക്രമണത്തിൽ 2 പേരും മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇതിനിടെ US എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിലേക്ക് ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചതായി ഇറാനും അവകാശപ്പെട്ടു. അമേരിക്കൻ യുദ്ധക്കപ്പൽ ആക്രമിച്ചതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ US ഈ വാർത്തയിൽ പ്രതികരിച്ചിട്ടില്ല. US വിമാനവാഹിനി കപ്പലിന്റെ ദിശയിലേക്ക് തീരദേശ ക്രൂയിസ് മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഇറാനിയൻ ആർമി പബ്ലിക് റിലേഷൻസ് അറിയിച്ചു. USS എബ്രഹാം ലിങ്കൺ സൂക്ഷ്മ നിരീക്ഷണത്തിലാണെന്നും ഇറാനിയൻ പ്രദേശത്തിനോട് അടുത്തെത്തിയാൽ ലക്ഷ്യമിടുമെന്നും ഇറാൻ നാവികസേന അമേരിക്കയ്ക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അവകാശവാദം ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത്.